ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ 3 ഇൻ തായ്ലൻഡാണ് കേട്ടോ. നമ്മളിപ്പോൾ ബാങ്കോക്കിലാണ് ഉള്ളത്. ഇന്ന് നമ്മുടെ 3rd ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ടെമ്പിൾസ് ആണ്. ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ ഏത് ടെമ്പിളാണ് എന്തോടെ പോകുന്നത്? ഗ്രാൻഡ് പാലസ് അങ്ങനെ കുറച്ച് ടെമ്പിൾസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ സഫാരി പാർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ രാവിലെ ഒരു 9:30 ഒക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 4:30 ആ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ അതേ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. മഴയും ചൂടെന്ന് പറഞ്ഞാൽ നല്ല ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നു. നമ്മൾ നേരത്തെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. 4:30 ഒക്കെ ആയപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല റിലാക്സ് ആയിട്ട് നമ്മൾ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 8:44 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന അമ്പലത്തിലോട്ട് സ്ലീവ്ലെസ് അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിലും നിർബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനും കാശിയൊക്കെ സ്ലീവ്ലെസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷോൾ വെച്ചിട്ടൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ കാശിയുടെ അത്യാവശ്യം ഡ്രസ്സസൊക്കെ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. ദെൻ അതിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഡയപ്പേഴ്സും പിന്നെ വൈപ്സും ചെറിയൊരു ക്ലോത്തും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. സോ വെൽക്കം ടു അവർ ഡേ 3 ഇൻ ബാങ്കോക്ക് വീഡിയോ. സോ പോകാം. ഞാനൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോകുന്ന സ്ഥലത്തിന് ആപ്റ്റ് ആവുന്ന ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പല ഫോട്ടോസും സെർച്ച് ചെയ്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഏത് കോസ്റ്റ്യൂം ഇട്ടാലായിരിക്കും കൂടുതൽ ഭംഗി എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഡ്രസ്സസ് സെലക്ട് ചെയ്യാറ്. ഇത് നിങ്ങൾക്കും ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നമ്മളെടുക്കുന്ന ഫോട്ടോസ് ഒന്നും കൂടെ ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ പോകുന്നത് ഗ്രാൻഡ് പാലസ് ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് കേട്ടോ. ആ ഒരു വഴിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ ആ ഒരു സറൗണ്ടിങ്സ് ആണ് കേട്ടോ. സോ നമ്മളിപ്പോൾ ജസ്റ്റ് അതിനോട്ട് എൻ്റർ ചെയ്തിട്ടേ ഉള്ളൂ. സോ നമ്മൾ രാവിലത്തെ ഫുഡ് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഒരാളുടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 500 ബാത്താണ് കേട്ടോ. ആൻഡ് നമുക്ക് ഫ്രീ ആയിട്ട് കുടയും കൂടെ കിട്ടുന്നുണ്ട്. ആൻഡ് റിട്ടേൺ നമ്മൾ പോരുന്ന സമയത്ത് ആ ഒരു കുട അവിടെ കൊടുത്താൽ മതി. നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ടെമ്പിൾസ് ആണ് കേട്ടോ. ആൻഡ് ദ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ട്രഡീഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ ഹൈ സ്റ്റൈൽ ആർക്കിടെക്ചേഴ്സ് ആണെങ്കിലും അതിൻ്റെ സ്ട്രക്ചേഴ്സ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് ഗോൾഡൻ ടെമ്പിൾ എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ഈ കാണുന്നതൊന്നും ഗോൾഡൻ അല്ല, ബട്ട് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ആ ഒരു ടെമ്പിൾ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അതിലോട്ട് എൻട്രൻസ് ഇല്ല എന്നാണ് പറയുന്നത്. സോ അത് ഫുള്ളി ഗോൾഡാണ് കേട്ടോ. 200 ഇയേഴ്സ് പഴക്കമുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. ആൻഡ് ടൂറിസ്റ്റുകളുടെ ഒരു ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷനായിട്ടും ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തായ്ലൻഡിലെ മോസ്റ്റ് റിവാർഡഡ് ടൂറിസ്റ്റ് ടെമ്പിളായിട്ടും ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഏത് ടെമ്പിളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ഇതുപോലെ ഫ്ലവേഴ്സും കാൻഡിൽസും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതിനായിട്ട് നമ്മൾ ചെറിയൊരു ഡൊണേഷൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അത് നമുക്ക് ഇതുപോലെ കത്തിച്ച് നമുക്ക് അവിടെ തൊഴുത് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ആൻഡ് ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും ഈ ഒരു താമരപ്പൂവാണ് കേട്ടോ. അത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയില്ല. പക്ഷേ ഇവിടെ ഏതൊരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു താമരയാണ് കൂടുതൽ കാണുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു ടെമ്പിളിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫുള്ളി ഗോൾഡൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ അതിലോട്ട് എൻട്രൻസ് ഇല്ല കേട്ടോ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു പൂരപ്പറമ്പിലൊക്കെ പോയ ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ചൂട് പറയാതിരിക്കാൻ വയ്യ. അത്രയും ചൂടായിരുന്നു കേട്ടോ. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ഷീണിച്ച് ഒരു അവസ്ഥയിലെത്തും. ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നിനും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ഉഷ്ണമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. തായ്ലൻഡിൽ ഏതൊരു അമ്പലത്തിൽ പോവുകയാണെങ്കിലും നമ്മൾ സ്ലീവ്ലെസ് ഇടാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾ സ്ലീവ്ലെസ് ഇടുവാണെങ്കിൽ കയ്യിൽ ഒരു സ്കാർഫ് കരുതാണ് വേണ്ടത്. ഇത് ശരിക്കും നമ്മളെ പറ്റിച്ചതാണ് കേട്ടോ. നമ്മൾ വണ്ടി ഇറങ്ങുന്ന സമയത്തോട്ട് ഇത് സെല്ല് ചെയ്യുന്ന ആളുകൾ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ സ്കാർഫ് ഉണ്ട്, അത് ഓക്കെ ആണോ ചോദിച്ചപ്പോൾ അവരതിനൊന്നും റിപ്ലൈ തരാതെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പക്ഷേ ചില അമ്പലങ്ങളിൽ അവർ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സ് തരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് പോരുന്ന സമയത്തോട്ട് അത് അവിടെ തിരികെ ഏൽപ്പിച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സ്കാർഫൊക്കെ കരുതി പോവുക, അല്ലാതെ ഇങ്ങനെ വാങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ. ഇതാണ് ഗ്രാൻഡ് പാലസ്. ഈ ഒരു ടെമ്പിളിൻ്റെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. ആൻഡ് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിലോട്ട് നമുക്ക് അലോ ഉണ്ടായിരുന്നു, നമുക്ക് കയറി ചെല്ലാനൊക്കെ പറ്റുന്ന ഏരിയാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ കിങ് വരുന്നൊരു ദിവസമൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് ഇതുപോലെ ടൂറിസ്റ്റുകൾക്കൊക്കെ വരാനുള്ള സൗകര്യങ്ങളും കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ടൂറിസ്റ്റുകളെയൊക്കെ ഒന്ന് അലോ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് തന്ന ആ ഒരു സമയത്തോട്ട് നമുക്ക് ഇവിടെയൊക്കെ പോയി കാണാനുള്ള ഒരു സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കോഫി ഏരിയാസ് ആണെങ്കിലും ഡ്രിങ്ക്സ് ഏരിയാസ് ആണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ചൂടിൽ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. ഇടയ്ക്കൊരു വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വാട്ട് ഫോർ ദ ടെമ്പിൾ ഓഫ് റിക്ലൈനിങ് ബുദ്ധ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഗ്രാൻഡ് പാലസിൽ നിന്ന് 10 to 15 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കയറി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ലൈഫിൽ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായിരുന്നു ഈ ഒരു ബുദ്ധ ടെമ്പിളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ബുദ്ധ സ്റ്റാച്യു ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 46 മീറ്റേഴ്സ് ആണ് കേട്ടോ. ഒരു ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവും എന്തായിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാലുള്ള നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത്. ആൻഡ് ഒരുപാട് കാലം കൊണ്ട് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ബുദ്ധ സ്റ്റാച്യു ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഫീറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 മീറ്റേഴ്സാണ്. ഈ ഒരു ടെമ്പിളിൻ്റെ വേൾഡ്സ് മൊത്തം ട്രഡീഷണൽ ബുദ്ധ പെയിൻറ്റിങ്ങുകളാണ് കേട്ടോ. ആൻഡ് ഇത് കാണുന്നത് ബുദ്ധയുടെ കാലാണ്. ആൻഡ് എന്തൊക്കെയോ ചിത്രങ്ങളും ഒക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അത് എന്താണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷേ അവരുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ചിത്രങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ബോൾസിൽ നാണയങ്ങൾ ഇടുന്നതായിരുന്നു കേട്ടോ. നമ്മളൊരു ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് നാണയങ്ങൾ തരും. അത് നാണയമാണോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അത് നമുക്ക് ഇതുപോലെ ഓരോരോ ബോൾസിൽ ഇടാം കേട്ടോ. ഇതുപോലെ 108 ബോൾസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ കളർ ബാഗിൽ നമ്മുടെ ചെരുപ്പാണ് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് ചെരുപ്പൊക്കെ അതിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി. പിന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് കാൻഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ബർത്ത് ഇയറിന് മാച്ച് ആകുന്ന ഒരുപാട് കാൻഡിൽസ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ബോയിലിംഗ് പോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. ദെൻ അത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു കാൻഡിൽ മേക്കിംഗ് മോൾഡിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സോ ഇതാണ് ആ കാൻഡിൽസ് എല്ലാം വരുന്നത്. നമ്മളൊരു ഡൊണേഷൻ കൊടുത്തതിന് ശേഷം നമുക്കതിൽ നിന്ന് എടുത്ത് നമുക്ക് ഇതുപോലെ അവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. ഇത് ചെയ്യുന്നതിലൂടെ ബുദ്ധ നമുക്കൊരു ബ്ലെസ്സിങ് തരുന്നു എന്നതാണ് കേട്ടോ അവർ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും ഇതുപോലെ ക്യൂ നിന്ന് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടെമ്പിളിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ബുദ്ധ സ്റ്റാച്യൂസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ അവിടെ പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ 2 ബുദ്ധാസിൻ്റെയും ആ ഒരു ഡിഫറൻസ് കണ്ടാൽ ഇപ്പോൾ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ നമുക്കത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു നമുക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. സോ നമ്മളതൊക്കെ ഒന്ന് കണ്ട് വാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ ഇതുപോലെ ഒരു പോട്ടിൽ ഒരുപാട് സ്റ്റിക്കുകൾ ഉണ്ടായിരിക്കും. ആ സ്റ്റിക്കുകളിലെല്ലാം നമ്പേഴ്സും ഉണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം താഴെ വീഴും. ആ താഴെ വീഴുന്ന നമ്പർ നമ്മൾ നോക്കിയതിന് ശേഷം തൊട്ടപ്പുറത്ത് ആ നമ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നുണ്ടാവും. അപ്പോൾ നമ്മളെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും, നമ്മുടെ സിറ്റുവേഷൻ ആയിരിക്കും, നമ്മുടെ എന്താണോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളതായിരിക്കും അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കുക കേട്ടോ. അങ്ങനെ അതും നോക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നമ്മൾ നോക്കിയ സമയത്തോട്ട്. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. അതിനുശേഷം നമ്മളൊരു ബോട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് ഒരു 1 hour അവർ ഈ ഒരു ബോട്ടിൽ നമ്മളെ ട്രാവൽ ചെയ്യിപ്പിക്കും. ആൻഡ് 5 ബാത്താണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു 1 hourൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്തോട്ട് സിറ്റിയുടെ ഭാഗമാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് റൂറൽ പ്ലേസസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് കുറേ ടെമ്പിൾസുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബുദ്ധ സ്റ്റാച്യു കാണാനാട്ടോ.
നമ്മൾ ഈ ഒരു ബോട്ടിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ മുന്നേ തന്നെ നമ്മൾ ഇതിൻ്റെ തലഭാഗമൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് നേരിട്ട് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഈ ഒരു ട്രാവലിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 1 hour കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ദിവസം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പ്ലാനിൽ ഒരു ടെമ്പിൾ കൂടെ കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നമ്മൾ ബോട്ടൊക്കെ പിടിച്ച് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് എൻട്രൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മഴ ആയതുകൊണ്ട്. ഈ കാണുന്ന ടെമ്പിളാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മഴ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എന്തൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാണാം. സോ ഇത് നമ്മുടെ 4th ഡേ ഇൻ ബാങ്കോക്ക് ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ബാങ്കോക്കിൽ. ഇന്ന് നമ്മൾ ഈവനിങ് ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലോട്ട് പോകും കേട്ടോ. സോ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ദ ആൻഷ്യൻ സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 550 ബാത്തേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നിങ്ങൾ അവിടെ ഡയറക്റ്റ്ലി ചെന്നിട്ട് എടുക്കുകയാണെങ്കിൽ 700 ബാത്താണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഓൺ വെഹിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും അവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ബഗ്ഗീസ് ഉണ്ട്, സൈക്കിൾസ് ഉണ്ട്, ഇലക്ട്രിക് ട്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ നമ്മുടെ കയ്യിലൊരു ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു വണ്ടി യൂസ് ചെയ്തുകൊണ്ട് മൊത്തം ആ ഒരു ആൻഷ്യൻ സിറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആൻഡ് നമ്മൾ 2 ബഗ്ഗീസ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ആളുകളുടെ കൗണ്ട് അനുസരിച്ചിട്ട് നമുക്ക് പറ്റുന്ന എണ്ണം അവർ പറഞ്ഞു തരാം കേട്ടോ ചെയ്യുക. കാരണം ആ ഒരു സിറ്റിങ് അവർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. 2 ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇരുന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളെ നമുക്ക് മടിയിൽ വെക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ അവരെന്നെ ചൂസ് ചെയ്ത് തന്നിട്ടുള്ള വണ്ടിയായിരുന്നു ഇത്. സോ നമ്മൾ സെൽഫ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചുറ്റി കാണേണ്ടത് കേട്ടോ. നമുക്കൊരു മാപ്പും കൂടെ തരുന്നുണ്ട് കേട്ടോ അവർ. സോ ആ ഒരു ലൊക്കേഷൻ മാക്സിമം നമുക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് ഏതൊരു ലൊക്കേഷനിലോട്ട് പോകണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരു ഓഡിയോ ഗൈഡും കൂടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. സോ അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ഇപ്പോൾ നിൽക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞുതരും. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ. തായ്ലൻഡിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എടുത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണിത്. സോ ആ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ പേര് നല്ല കമൻസുകൾ തന്നൊരു ഫോട്ടോയാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലത്തെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. ക്യാപ്പ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭംഗിയില്ല, അല്ലെങ്കിൽ വേണോ വേണ്ടേ, അത്ര വെയിലുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ പിന്നെ ലാസ്റ്റ് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്ഷീണോ വെയിലോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ എല്ലാവരും ക്ഷീണിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ആരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നല്ല പരിപാടിയാണല്ലോ എന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആളുകൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അവരുടെ അടുത്ത്. നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്നൊന്നും എടുത്തിട്ടില്ലെങ്കിലും അവർക്ക് അങ്ങനെ ഒരു ഫേസിൽ ചേഞ്ചസോ അങ്ങനെ ഒന്നും വരത്തില്ല. ഇനി നമ്മൾ ജസ്റ്റ് ആ ഒരു ഷോപ്പ് കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവരതിനുള്ളൊരു റിപ്ലൈ തരുമെന്നല്ലാതെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമേ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു നമ്മൾ ബ്രേസ്ലെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങണമെന്നുള്ളത്. അത് ഇവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 40 ബാത്തായിരുന്നു കേട്ടോ പ്രൈസ്. അവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫോട്ടോസിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നേരിട്ട് കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. എലിഫൻറ്റ് സഫാരി നടത്തുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നിന്ന് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ശരിക്കും ആ ഒരു വണ്ടിയിലിരുന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ വെള്ളം ഒക്കെ കുടിച്ചു കേട്ടോ. ഇവിടുന്ന് കുട്ടികൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. നമ്മൾ ആ ഒരു ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. ടയേർഡ്നെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം, ഒരു കരിക്കൊക്കെ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയിട്ട് കുടിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. കാരണം നമ്മൾ അധികം ഒന്നും ടയേർഡ് ആവുന്നില്ല. അതിൻ്റെ ക്രൗഡില്ല. നമുക്ക് ഇന്നലെയൊക്കെ പോയ സമയത്ത് ഒരുപാട് ആളുകളായിരുന്നു. പക്ഷേ ഇവിടെ ശരിക്കും ആരും ഇല്ല കേട്ടോ. നമ്മൾ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സുഖം കൂടെ നമുക്ക് ഇന്നുണ്ടായിരുന്നു കേട്ടോ.
ഇത് വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഔട്ട്ഡോർ മ്യൂസിയം ആണ് കേട്ടോ. 200 ഏക്കേഴ്സിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. പുരാതനമായിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു നിർമ്മിതിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ നമുക്ക്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഒരു ഡ്രോൺ വെച്ച് ഇത് മുകളിലോട്ട് പൊക്കി നോക്കുകയാണെങ്കിൽ ഈ ഒരു രാജ്യത്തിൻ്റെ ഷേപ്പിലാണ് ഇത് ടോട്ടലി നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് 1893 ഫ്രഞ്ച് യുദ്ധം നടന്നൊരു സ്ഥലം കൂടിയാണ്. 1972 ഇത് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത് കേട്ടോ. അന്നത്തെ കിങ് റാം 4 ക്യൂൻ എലിസബത്തുമാണ് ഇത് ഇനാഗുറേഷൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം മറ്റു വീഡിയോസിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റു വീഡിയോസിൽ കണ്ട് പറയുന്നതാണ് കേട്ടോ. സോ ഈ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടും ചെയ്യാം, അതുപോലെ തന്നെ എനിക്കും കുറച്ച് മനസ്സിലാക്കാന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 2 hours എടുത്തിട്ടാണ് ഇത് മൊത്തമായിട്ട് ചുറ്റി കണ്ടത് കേട്ടോ. ആഡ് ഓൺ ആയിട്ട് 150 ബാത്തും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു 1 hourന്. സോ നമ്മളൊരു 1:32 ഒക്കെ ആവുന്ന സമയത്തിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറെ എവിടെയും കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇന്ന് നമുക്ക് ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലോട്ട് പോകണം. സോ നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി നമ്മൾ ബാഗെല്ലാം എടുത്ത് ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. സോ നമ്മൾ പോകുന്നത് ബസ്സിലാണ് കേട്ടോ. ബസ്സിൽ നമ്മൾ സ്ലീപ്പിംഗ് ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി. നമ്മുടെ 5:30 കേട്ടോ ബസ് ഉണ്ടായിരുന്നത്. സോ ആ ഒരു കറക്റ്റ് സമയമായപ്പോഴത്തേനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു സ്ലീപ്പിംഗ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ആൻഡ് കൊള്ളായിരുന്നു. നമുക്കൊരു നൈറ്റ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തോട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് നല്ല സുഖമായിരിക്കും നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് കാശിയാണെങ്കിലും അവന് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അവനും ഓക്കെ ആയിരുന്നു, നമ്മളും ഓക്കെ ആയിരുന്നു കേട്ടോ. സോ ഇനിയുള്ള 3 days നമ്മൾ ഫുക്കറ്റിലായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും. ഫിഫി ഐലാൻഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. സോ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ആൻഡ് നമുക്കിനി ഫുക്കറ്റിലുള്ള ബാക്കി വിശേഷങ്ങളുമായിട്ട് മറ്റ് വീഡിയോസിലൂടെ കാണാം. സോ അതുവരേക്കും ബൈ.